ഹലോ എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആണ് വൊക്കാബ് ബൂസ്റ്റർ. ഇന്ന് വൊക്കാബ് ബൂസ്റ്ററിന്റെ 7th സെഷൻ ആണ്. അപ്പൊ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ലെറ്റർ ജി ആണ്. അപ്പൊ ജി വെച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുന്നേ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. അതിന്റെ സിനോണിയംസ് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഗാലന്റ്. ഗാലന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു വാരിയറിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഗാലന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും കറേജിയസ് ആയിട്ടുള്ള, ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ഗാലന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1 തന്നെ ബ്രേവ് ആണ്, സംതിങ് കറേജ് ആൻഡ് നൊബിലിറ്റി, ഭയങ്കര ധൈര്യമുള്ള, കറേജിയസ് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള. ഓക്കെ, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അടുത്തത് കവേർഡ്ലി. അത് എല്ലാവർക്കും അറിയാം, ഭീരു അല്ലേ? ധൈര്യമില്ലാത്ത, ഭയങ്കര എന്താ പറയാ, കറേജിയസ് അല്ലാത്ത, ഭയങ്കര പേടിയുള്ള, അങ്ങനെയുള്ള ഒരാളെ പറയുന്നതാണല്ലേ കവേർഡ് എന്ന്. അപ്പൊ കവേർഡ്ലി, ലാക്കിംഗ് ബ്രേവറി, ബ്രേവറി ഇല്ലാതിരിക്കുക അല്ലെ? ലേസി എന്ന് പറയുമ്പോൾ എന്താ? മടിയുള്ളത്, നോട്ട് വില്ലിംഗ് ടു വർക്ക്. അടുത്തത് റൂഡ്, ഇംപൊളൈറ്റ് ബിഹേവിയർ. അപ്പൊ ഇതിൽ ഏതാ? അപ്പൊ ഇതെല്ലാം ഒരു ബിഹേവിയറൽ ക്വാളിറ്റി ആണല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം ഗാലന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ബ്രേവ്, അല്ലെങ്കിൽ വാലിയന്റ്, courageous. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ സിനോണിയംസ് ആണ്? ഗാലന്റിന്റെ സിനോണിയംസ് ആണ്. ബ്രേവ്, courageous, valiant, ഇതെല്ലാം. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്തത് ഗ്രൗസ്. അപ്പൊ ഗ്രൗസ് എന്ന് പറയുന്നത് എന്താണ്? പരാതിപ്പെടുക, അല്ലെങ്കിൽ എന്താ പറയാ, കുറ്റം പറയുക, ആ ഒരു മീനിങ് ആണ് ഗ്രൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കംപ്ലൈൻ, ഓപ്ഷൻ ബി സെലിബ്രേറ്റ്, ഓപ്ഷൻ സി ഇഗ്നോർ, ഓപ്ഷൻ ഡി അസിസ്റ്റ്. അപ്പൊ കംപ്ലൈൻ ആണോ? യെസ്, അതാണ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻ സെലിബ്രേറ്റ് അറിയാലോ, പിന്നെ ഇഗ്നോറും അസിസ്റ്റും ആണ് ഉള്ളത്. അപ്പം ഗ്രൗസ് എന്ന് പറയുവാണെങ്കിൽ അതിന്റെ മീനിങ് ആണ് പരാതിപ്പെടുക. പരാതിപ്പെടുക. ഓക്കെ, ഇതാണ് ഗ്രൗസിന്റെ മീനിങ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താ? കംപ്ലെയിൻ. കംപ്ലെയിൻ ആണ് ഗ്രൗസിന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗ്ലട്ടൺ. ഇപ്പൊ ഗ്ലട്ടൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുഡിനോടൊരു പ്രത്യേക താല്പര്യമുള്ള, ഭയങ്കര എന്താ പറയാ, ഫുഡി ആയിട്ടുള്ള ആൾക്കാരെ പറയുന്നതാണ് ഗ്ലട്ടൺ എന്ന്. ഫുഡിനോട് ഈസ് വെരി ഫോണ്ട് ഓഫ് ഫുഡ്, അതാണ് ഗ്ലട്ടണിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി ഓവർ ഈറ്റർ, ഓപ്ഷൻ സി പിക്കി ഈറ്റർ, ഓപ്ഷൻ ഡി വെജിറ്റേറിയൻ. അപ്പൊ ഇവിടെ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫുഡിനോട് താല്പര്യമുള്ള, എന്താ പറയാ, പ്രത്യേകമായിട്ട്, അതായത് ഭയങ്കര ടേസ്റ്റ് സെൻസ് ഒക്കെ ഉള്ള, അങ്ങനെ നോക്കിയിട്ട് ഫുഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം, ഒരു താല്പര്യം, ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇഷ്ടം, അതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ബി ഓവർ ഈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര ഓവറായിട്ട് കഴിക്കുന്ന ആള്. അവിടെ ഫുഡിനോട് ഉള്ള ഇഷ്ടം എന്നല്ല, ഓവറായിട്ട് കഴിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തത് പിക്കി ഈറ്റർ. പിക്കി ഈറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂസി ആയിട്ടുള്ള, ഇഷ്ടപ്പെടുന്ന സാധനം മാത്രം കഴിക്കുന്ന, അങ്ങനത്തെ ഒരാളെ പറയുന്നതാണ്. പിന്നെ വെജിറ്റേറിയൻ അറിയാലോ, വെജ് മാത്രം കഴിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്ലട്ടൺ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്നാണ്. ഓക്കെ, സിനോണിയം ആണ് ഗവൺമെന്റ്. വെരി ഫോണ്ട് ഓഫ് ഫുഡ്, അതാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള, ഫുഡി ആയിട്ടുള്ള, ഫുഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള, ഇഷ്ടമുള്ള, അതാണ് ഗ്ലട്ടൺ. ഗ്ലട്ടണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ആർത്തിയുള്ള. ഓക്കെ, ആർത്തി അല്ലെങ്കിൽ ഗ്രീഡ് ഓഫ് ഫുഡ് എന്ന് പറയാം. ഗ്രീഡ്, അത്യാർത്തി, ഗ്രീഡ് ഓഫ് ഫുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിബ്. ഓക്കെ, അപ്പൊ ഗ്ലിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര സംസാരത്തിൽ ഭയങ്കര ഫ്ലോയി ആയിട്ട്, ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുക, അതാണ് ഗ്ലിബ് എന്ന് പറയുന്നത്. അതേസമയം ആ ഒരു സംസാരം എന്ന് പറയുന്നത് ഇൻസിൻസിയർ ആയിട്ടുള്ളതായിരിക്കണം. ഭയങ്കര ഒഴുകി സംസാരിക്കുക, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ആ സംസാരത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. അങ്ങനെ സംസാരിക്കുന്നതിനാണ് ഗ്ലിബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫ്ലുവന്റ് ബട്ട് ഇൻസിൻസിയർ,
ഓപ്ഷൻ ബി സൈലന്റ്, ഓപ്ഷൻ സി തോട്ട്ഫുൾ, ഓപ്ഷൻ ഡി ഹെസിറ്റന്റ്. അപ്പൊ ഏതാണ് ആൻസർ? യെസ്, ഫ്ലുവന്റ് ബട്ട് ഇൻസിൻസിയർ. ഫ്ലുവന്റ് ആണ് പക്ഷെ ഇൻസിൻസിയർ ആണ്. ഇൻസിൻസിയർ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല പറയുന്നത്, പക്ഷെ ഹിസ് വെരി ഫ്ലുവന്റ്. അതാണ് ഗ്ലിബ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗിമിക്. വാട്ട് ഈസ് ദ സിനോണിയം ഓഫ് ഗിമിക്? അപ്പം നമ്മൾ ഈ ട്രിക്കി എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ഗിമിക് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രിക്ക്, ഓപ്ഷൻ ബി ടൂൾ, ഓപ്ഷൻ സി ഗിഫ്റ്റ്, ഓപ്ഷൻ ഡി ഹാബിറ്റ്. അപ്പം ഗിമിക് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ടൂൾ ആണ്, ബട്ട് ഇറ്റ് ഇസ് ടൈം ടു എന്താ പറയാ അട്രാക്ട് സമ്മൺ, അല്ലെങ്കിൽ ട്രിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിവൈസിനെയാണ് ഗിമിക് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ ഇറ്റ്സ് എ ടൂൾ. ഒബ്വിയസ്ലി അതൊരു ടൂൾ ആണ്, പക്ഷേ ഫോർ വാട്ട്? ഇറ്റ്സ് എ ട്രിക്കി അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള ടൂൾസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഗിമിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇറ്റ്സ് ഗിമിക്. ഓക്കെ, സംതിങ് ഡിസൈൻ ടു അട്രാക്ട് അറ്റൻഷൻ എന്നൊക്കെ പറയാം. എന്തെങ്കിലും ഒരു കാര്യം അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട്, അറ്റൻഷൻ അട്രാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗിമിക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗസ്റ്റോ. ഗസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ഗസ്റ്റോ. ഓക്കെ, വി ക്യാൻ കോൾ ഇറ്റ് ആക്റ്റീവ്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്തൂസിയാസം, ഓപ്ഷൻ ബി ലേസിനെസ്, ഓപ്ഷൻ സി ഫിയർ, ഓപ്ഷൻ ഡി ഡൗട്ട്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരിക? ഇറ്റ്സ് എന്തൂസിയാസം. ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ക്വാളിറ്റി ആണ് എന്തൂസിയാസം അല്ലെങ്കിൽ ഗസ്റ്റോ എന്നൊക്കെ പറയുന്നത്. ഗസ്റ്റോ മീൻസ് ആക്റ്റീവ് അല്ലെങ്കിൽ എന്തൂസിയാസം. അപ്പം ഗസ്റ്റോന്റെ സിനോണിയം ഇവിടെ ഏതാണ്? ഇറ്റ്സ് എന്തൂസിയാസം. അപ്പൊ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതല്ലേ ഇത്? ലേസിനെസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡയറക്ട്ലി ഇതിന്റെ ആഡ്ജക്റ്റീവ് ആണ്, സോറി ആന്റണിയം ആണ്. അപ്പം ഡയറക്ട്ലി ഈ ഒരു വേർഡിന്റെ ആന്റണിയം ആണ് ലേസിനെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഇതിന്റെ ആൻസർ എന്തൂസിയാസം. എന്താണ്? ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള, നല്ല ചുറുചുറുക്കുള്ള, അതാണ് ഗസ്റ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗെയിൻസേ. ഓക്കെ, ഗെയിൻസേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഡെനൈ ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, അതിനെ ഒപ്പോസ് ചെയ്യുക, എതിർക്കുക, തടുത്തു നിർത്തുക, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ഗെയിൻസേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡെനി, ഓപ്ഷൻ ബി ആക്സെപ്റ്റ്, ഓപ്ഷൻ സി സപ്പോർട്ട്, ഓപ്ഷൻ ഡി ഇഗ്നോർ. അപ്പം ഡെനി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അതിനെ എന്താ സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഒപ്പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ എതിർക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഗെയിൻസേ എന്ന് പറയുന്നത്. ഒപ്പോസ് അല്ലെങ്കിൽ എതിർക്കുക. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഡെനി, ആക്സെപ്റ്റ്, സപ്പോർട്ട്, ഇഗ്നോർ. അപ്പൊ ഏത് ആൻസർ വരുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ഡിനൈ ചെയ്യുക. ഓക്കെ, ഡിനൈ, ടു കോൺട്രാഡിക്ട് ഓർ ഒപ്പോസ്. എന്തെങ്കിലും ഒരു കാര്യം കോൺട്രാഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുക, അതാണ് എന്ത്? ഡെനി. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്സ് ആണ് ആക്സെപ്റ്റ്, റിസീവ്, വില്ലിംഗ്ലി. അതിനെ റിസീവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഇതിന്റെ ആന്റണിയം. ഓക്കെ, പിന്നെ സപ്പോർട്ട് ചെയ്യുക, അതും ആന്റണിയം ആണ്. ഇഗ്നോർ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു മീനിങ് വരും. ഇഗ്നോർ ചെയ്യുക, ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുക, അതിനെ കോൺട്രാഡിക്ട് ചെയ്യുക, അതിനെ ഒപ്പോസ് ചെയ്യുക, അതാണ് എന്ത്? ഗെയിൻസേ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡെനി. ഓക്കെ, ഇനി അടുത്തത് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിനെങ്കിലും ഒരു കാമ്പ് എന്നൊക്കെ പറയും. ഇറ്റ്സ് എ കോർ. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കോർ പോർഷൻ അല്ലെങ്കിൽ മെയിൻ പോയിന്റ്, അതാണ് ഗിഫ്റ്റ്. ഓക്കെ, കോർ അല്ലെങ്കിൽ മെയിൻ പോയിന്റ്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എസെൻസ്, ഓപ്ഷൻ ബി ഡീറ്റെയിൽ, ഓപ്ഷൻ സി കൺഫ്യൂഷൻ, ഓപ്ഷൻ ഡി സ്റ്റോറി. ഓക്കെ, അപ്പം എന്താണ് ജിസ്റ്റ് എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ കോർ പാർട്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇതിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എസെൻസ്. ഈ ഒരു കാര്യത്തിന്റെ എസെൻസ്, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എസെൻസ് മീൻസ് എന്താ? ഏറ്റവും വേണ്ടുന്ന കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതാണ്
അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എസെൻസ് ആണ്. ഇതിന് കോർ, മെയിൻ പോയിന്റ് ഇതൊക്കെയാണ് ഇതിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ജിസ്റ്റ്, എസെൻസ്, കോർ, മെയിൻ പോയിന്റ് ഇതെല്ലാം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്തത് ഗ്യാസ്ലി. ഗ്യാസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു റെഫറൻസ് ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു ഹൊറർ കൈൻഡ് ഓഫ് ഒരു പിക്ചർ അല്ലേ അത്? അപ്പൊ ഗ്യാസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന, ഫിയർഫുൾ ആയിട്ടുള്ള, സ്കേറി ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ ഗ്യാസ്ലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ഗോസ്റ്റ്ലി എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹൊറിബിൾ, ഓപ്ഷൻ ബി ബ്യൂട്ടിഫുൾ, ഓപ്ഷൻ സി ടൈനി, ഓപ്ഷൻ ഡി ബ്രൈറ്റ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ എ ഹൊറിബിൾ, കോസിങ് ഷോക്ക് ഓർ ഫിയർ. നമ്മളെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഷോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതാണ് ഹൊറിബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിനോണിയംസ് ഏതാ? ഫിയർഫുൾ, ടെറിബിൾ, സ്കെയറി, അല്ലെങ്കിൽ ഹൊറർ എന്നൊക്കെ പറയാം. ഓക്കെ, ഇതാണ് എന്തിന്റെ മീനിങ്? ഗ്യാസ്ലിയുടെ മീനിങ് എന്ന് പറയുന്നത്, ഗ്യാസ്ലിയുടെ സിനോണിയം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇറ്റ്സ് ഹൊറിബിൾ. ഓക്കെ, അടുത്തത് ഗോഡ്. നമ്മൾ ഗോഡ് എന്ന് പറയല്ലേ, ഗോഡ്, ദൈവം. അപ്പൊ അതിന്റെ സെയിം ഒരു പ്രൊനൗൺസിയേഷൻ ആണ് ഗോഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സിനോണിയം ഏതാണെന്ന് നോക്കാം. അപ്പൊ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരാളെ എൻകറേജ് ചെയ്യുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഗോഡിന് വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രൊവോക്ക്, ഓപ്ഷൻ ബി കംഫർട്ട്, ഓപ്ഷൻ സി ഇഗ്നോർ, ഓപ്ഷൻ ഡി ഹെൽപ്പ്. അപ്പൊ ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരാളെ സഹായിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടിയിൽ ഒരാളെ സഹായിക്കുകയാണ് ഹെൽപ്പ്. പക്ഷെ ഈ ഒരു മീനിങ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാളെ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുക, അവരെ എൻകറേജ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, അതാണ് ഗോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ പ്രൊവോക്ക് എന്നാണ്. പ്രൊവോക്ക് ആണ് ഇതിന്റെ സിനോണിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്താ പറയാ, എൻകറേജ് എന്ന് പറയാം. എൻകറേജ്, പിന്നെന്താണ്, സപ്പോർട്ട് എന്ന് പറയാം. സപ്പോർട്ട്, ഇതൊക്കെ ഇതിന്റെ സിനോണിയംസ് ആണ്. അപ്പം ഗോഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മീനിങ് ഉള്ള ഒരു വേർഡ് ആണ്, വിച്ച് മീൻസ് ടു പ്രൊവോക്ക് ഫോർ സംതിങ് ഗുഡ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ പ്രൊവോക്ക് ചെയ്യുക, എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതാണ് ഗോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ സിനോണിയം ഓഫ് ഗ്രിമൈസ്? ഗ്രിമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫേഷ്യൽ ജസ്റ്റർ ആണ്, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്, വിച്ച് എന്തെങ്കിലും ഒരു വിയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്ലസന്റ് അല്ലാത്തൊരു എക്സ്പ്രഷൻ കൊടുക്കുന്നതിന് എന്ത് പറയുന്നത്? ഗ്രിമൈസ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്കൗൾ, ഓപ്ഷൻ ബി സ്മൈൽ, ഓപ്ഷൻ സി ലാഫ്, ഓപ്ഷൻ ഡി നോഡ്. അപ്പം ഇത് മൂന്നും ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്, ഫേഷ്യൽ ഗെസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഗ്രിമൈസ് എന്ന് പറയുന്നതിന്റെ സിനോണിയം നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും വിയേർഡ് ആയിട്ടുള്ള എന്താ പറയാ, അത്ര പ്ലസന്റ് അല്ലാത്തൊരു എക്സ്പ്രഷൻ, അതാണ് ഗ്രിമൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്ലസന്റ് എക്സ്പ്രഷൻ. പിന്നെ ലാഫ്, നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തലയാട്ടുക. അപ്പൊ ഇതിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനെ സൂചിപ്പിക്കുന്നതാണ് ഗ്രിമൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആണ് സ്കൗൾ. സ്കൗൾ ഇസ് എ ഫേഷ്യൽ എക്സ്പ്രഷൻ ഷോയിങ് ഡിസ്പ്ലഷർ, പ്ലഷർ അല്ലാതെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനെ, അല്ലെങ്കിൽ പെയിൻ, വേദനയൊക്കെ വരുമ്പോൾ നമ്മുടെ ഫേസ് ചുളിക്കൂലേ, ആ ഒരു എക്സ്പ്രഷനെയാണ് എന്ത് പറയുന്നത്? ഗ്രിമൈസ് അല്ലെങ്കിൽ സ്കൗൾ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് ഗ്രാറ്റിസ്. ഗ്രാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് വെറുതെ കിട്ടുകയാണെങ്കിൽ, ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫ്രീ, ഓപ്ഷൻ ബി എക്സ്പെൻസീവ്, ഓപ്ഷൻ സി റെയർ, ഓപ്ഷൻ ഡി ലിമിറ്റഡ്. അപ്പം ഗ്രാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന മാത്രമല്ല, ഫ്രീ ആയിട്ട് നമുക്ക് എല്ലായിടത്തും എന്ത് പറയാം, ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ നമുക്ക് പറയാം ഗ്രാറ്റിസ് എന്ന്. അപ്പൊ ഇവിടുത്തെ സിനോണിയം ഏതാണ്? ഇറ്റ്സ് ഫ്രീ, ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ്, ഇറ്റ്സ് നോട്ട് റെയർ, ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിന്റെ ആന്റണിംസ് ആണ്. അൺലിമിറ്റഡ് ആണ്, റെയർ ആയിട്ടുള്ളതല്ല, ഭയങ്കര കോമൺ ആണ്, പിന്നെന്താണ്? എക്സ്പെൻസീവ് അല്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, ഭയങ്കര ചീപ്പാണ്. ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ഗ്രാറ്റിസ് എന്ന് പറയുന്നത്. മീൻസ് ഫ്രീ, അല്ലെങ്കിൽ കോമൺ, അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ. ഓക്കെ,
ഇതൊക്കെയാണ് ഗ്രാറ്റിസിന്റെ സിനോണിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഫ്രീ. ഓക്കെ. ഗ്രാറ്റിസ് കംസ് ഫ്രം ലാറ്റിൻ മീനിങ് ഔട്ട് ഓഫ് കൈൻഡ്നസ് ഓർ വിതൗട്ട് പേയ്മെന്റ്. അപ്പം ഗ്രാറ്റിസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തൊരു വേർഡാണ്. ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത വേർഡാണ് ഗ്രാറ്റിസ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ഭയങ്കര ഈസിലി പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഔട്ട് ഓഫ് കൈൻഡ്നസ്, അപ്പം അല്ലെങ്കിൽ വിത്തൗട്ട് പേയ്മെന്റ്, ഇതിനൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡാണ് ഗ്രാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. ഗ്രുവലിംഗ്. ഗ്രുവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആയിട്ട്, ഭയങ്കര എന്താ പറയാ, ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതിനെ പറയുന്നതാണ് ഗ്രുവലിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഓപ്ഷൻസ് ഒന്ന് മാറി കിടക്കുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഫൺ, ക്വിക്ക്, ഈസി, എക്സ്ഹോസ്റ്റിംഗ്. ഇപ്പൊ ഗ്രുവലിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഭയങ്കര ടയേർഡ് ആവുക അല്ലെങ്കിൽ ഡ്രെയിൻ ഔട്ട് ആവുക, ഇതാണ് ഗ്രുവലിംഗ്. അപ്പൊ ഇതിന്റെ ആൻസർ ആണ് exhausting, extremely tiring and demanding. Okay, extremely tiring and demanding, ഇതാണ് exhausting എന്ന് പറയുന്നത്. അപ്പൊ ഗ്രുവലിംഗിന്റെ മീനിങ് എന്താണ്? ടയേർഡ്, എക്സ്ട്രീംലി ടയേർഡ് ആണ്. ടയേർഡിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഗ്രുവലിംഗ് എന്ന് പറയുന്നത്. എന്താണ് അർത്ഥം? എക്സ്ഹോസ്റ്റഡ് ആണ്, എക്സ്ഹോസ്റ്റിംഗ്, ടയറിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആണ് എന്ത്? എക്സ്ഹോസ്റ്റിംഗ്. ഇനി അടുത്തത് ഗ്വെല്ലസ്. ഗ്വൈലസ് എന്ന് പറയാം. ഓക്കെ, ഗ്വൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രൂ ആയിട്ടുള്ള, ഹോണസ്റ്റ് ആയിട്ടുള്ള, പ്യുവർ ഫോമിലുള്ള, ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു മീനിങ് ആണ്. ഗ്വൈലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസീവ് ചെയ്യുക, ചതിക്കുക, ചീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഗ്വൈൽ. ഗ്വൈൽലെസ്, അപ്പം ആ ഒരു നെഗറ്റീവും കൂടെ ചെയ്യുന്നപ്പോൾ ഒരു പോസിറ്റീവ് വേർഡ് ആയി ഗ്വൈൽലെസ്, which means honest. ഇവിടെ ഒരു കുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ചൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ഓർമ്മ വരുന്നത്? ഇന്നസെൻസ് ആണല്ലേ. അപ്പം ഈ ഒരു വേർഡ് ഗ്വൈൽലെസിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്നസെൻസ് ആണ്. ഓക്കെ, അപ്പം ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഡിസീറ്റ്. ഓക്കെ, അപ്പൊ കള്ളത്തരമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയാ, പ്യുവർ ആയിട്ടുള്ള ഒരു ഫോം, അതാണ് ഇന്നസെന്റ് അല്ലേ. അടുത്തത് ഡിസെപ്റ്റീവ്. ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തല്ല, എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന, മിസ്ലീഡിങ് ആയിട്ടുള്ള. പിന്നെ ക്ലെവർ, സസ്പീഷ്യസ്. അപ്പൊ ഏതാ? ഇന്നസെന്റ് ആണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ ഹോണസ്റ്റ്, ട്രൂത്ത്ഫുൾ എന്ന് പറയാം. ട്രൂത്ത്ഫുൾ, റിലയബിൾ, ഇതൊക്കെ ഇതിന്റെ സിനോണിയംസ് ആണ്. ക്വൈൽനെസ്. ഓക്കെ, ഇനി അടുത്തത് ഗാരുലസ്. ഗാരുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംസാരിക്കാൻ താല്പര്യമുള്ള, ഒരുപാട് സംസാരിക്കുന്ന ആളെ പറയുന്നതാണ് ഗാരുലസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ വെർബോസ് എന്ന് പറയാം. വെർബോസ്. ഓക്കെ, എലക്വന്റ് എന്ന് പറയാം. കൂടുതൽ മാച്ച് ആവുന്നത് വെർബോസ് ആണ്. അപ്പൊ ഗാരുലസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംസാരപ്രിയരായിട്ടുള്ള ആളെ പറയുന്നതാണ്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടോക്കറ്റീവ്, ഓപ്ഷൻ ബി ക്വയറ്റ്, ഓപ്ഷൻ സി ഷൈ, ഓപ്ഷൻ ഡി സീരിയസ്. അപ്പൊ ഏതാ? സംസാരിക്കാൻ താല്പര്യമുള്ള. യെസ്, ഇറ്റ്സ് ഓപ്ഷൻ എ ടോക്കറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ വെർബോസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗാരുലസിന്റെ സിനോണിയം എന്താണ്? ടോക്കറ്റീവ്, അല്ലെങ്കിൽ വെർബോസ്, എലക്വന്റ്, ഇതൊക്കെ പറയാം. ഓക്കെ, അടുത്തത് ഗ്രഡ്ജ്. ഗ്രഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പേഴ്സണൽ ഗ്രഡ്ജ്, ഒരാളോടുള്ള പക, ഹേറ്റ്രെഡ്, ദേഷ്യം, ഇതൊക്കെയാണല്ലേ ഗ്രഡ്ജ് എന്ന് പറയുന്നത്. ഒരാളോട് അത്ര താല്പര്യമില്ല, അവരെ അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, അല്ലെങ്കിൽ എന്താ വൈരാഗ്യമുണ്ട്, അതൊക്കെയാണ് ഗ്രഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ഹേറ്റ്രെഡ് എന്ന് പറയാം. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റിസെന്റ്മെന്റ്, ഓപ്ഷൻ ബി ഫോർഗീവ്നെസ്, ഓപ്ഷൻ സി ജോയ്, ഓപ്ഷൻ ഡി സർപ്രൈസ്. അപ്പൊ ഏതാണ്? റിസെന്റ്മെന്റ് ആണ്. റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹേറ്റ്രെഡ് ഉള്ള, അല്ലെങ്കിൽ ഒപ്പോസിങ് ആയിട്ടുള്ള, അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റിസെന്റ്മെന്റ്, പെർസിസ്റ്റന്റ് ഇൽ വിൽ ഓർ ബിറ്റർനെസ്. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരാളോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ബിറ്റർനെസ്. ബിറ്റർ എന്ന് വെച്ചാൽ എന്താ? കയ്പ്, ഒരാളോടുള്ള താല്പര്യമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം റിസെന്റ്മെന്റ് ആണ് ഗ്രഡ്ജിന്റെ സിനോണിയം എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ഹാട്രഡ്, അതും ഇതിന്റെ സിനോണിയം ആണ്. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ഇത്രയും വേർഡ്സ് നോക്കിയില്ലേ, അതിന്റെ ഒരു വർക്ക്ഔട്ട് സെഷൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ച വേർഡ്സിന്റെ മീനിങ് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കസ്റ്റമർ കണ്ടിന്യൂ ടു ഡാഷ് അബൌട്ട് ദ പുവർ സർവീസ് അറ്റ് ദ റെസ്റ്റോറന്റ്. ആ റെസ്റ്റോറന്റിന്റെ പുവർ സർവീസിനെ കുറിച്ച് കസ്റ്റമർ എന്ത് ചെയ്തു എന്നായിരിക്കും, കംപ്ലൈന്റ് ചെയ്തു എന്നായിരിക്കും അല്ലെ. അപ്പൊ കംപ്ലൈന്റിന്റെ മീനിങ് വരുന്ന വേർഡ് ഇതിൽ ഏതായിരുന്നു? യെസ്, ഗ്രൗസ് ആയിരുന്നു അല്ലെ. കണ്ടിന്യൂ ടു ഗ്രൗസ് about the poor service at the restaurant. അടുത്തത് despite his dash manner I didn't trust his promise. അവന്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് ഞാൻ അയാളുടെ പ്രോമിസ് ഒന്നും വിശ്വസിക്കാറില്ല. അപ്പൊ അതെന്തായിരിക്കും? നമ്മൾ ഒരാളെ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം? സിൻസിയർ അല്ലാത്ത ഒരാളായിരിക്കണം അല്ലേ. അപ്പൊ ഇൻസിൻസിയർ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ പഠിച്ച മീനിങ് ഏതായിരുന്നു? ഒരു സിനോണിയം ഏതായിരുന്നു? ഇറ്റ്സ് ഗ്ലിബ്. ഗ്ലിബ് ആണ് അല്ലേ. Despite his glib manner I didn't trust his promises. അടുത്തത് she tackled the challenging project with great dash. അപ്പം ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അവള് ടാക്കിൾ ചെയ്തു വിത്ത് ഗ്രേറ്റ്. എന്തുകൊണ്ടായിരിക്കും? യെസ്, എന്തൂസിയാസം വെച്ചിട്ടായിരിക്കും അല്ലെ. അത്രയും എന്തൂസിയാസത്തോടെ എന്ത് ചെയ്തു? ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇവിടെ? ഗസ്റ്റോ. ഓക്കെ, അടുത്തത് no one could dash the undeniable evidence presented in the court. അപ്പൊ ആർക്കും ആ ഒരു അൺഡെനിയബിൾ ആയിട്ടുള്ള എവിഡൻസ് എന്ത് ചെയ്യാൻ പറ്റിയില്ല? കോർട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന അൺഡെനിയബിൾ ആയിട്ടുള്ള എവിഡൻസ് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഡിനൈ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നമ്മൾ ഏതായിരുന്നു പഠിച്ചത്? യെസ്, ഗെയിൻസേ. നോ വൺ കുഡ് ഗെയിൻസേ the undeniable evidence presented in the court. അടുത്തത് he tried to dash his opponent into making a mistake. അപ്പം ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് ഒരാളെ ഡാഷ് എന്തോ ചെയ്തു അല്ലെ. അപ്പൊ മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് ഒരാളെ പ്രേരിപ്പിച്ചു എന്നായിരിക്കൂലേ. അപ്പൊ അത് എന്തായിരിക്കും? ആ പ്രൊവോക്ക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പഠിച്ചത് എന്തിന്റെ മീനിങ് ആയിട്ടായിരുന്നു? യെസ്, ഇറ്റ്സ് ഗോഡ്. he tried to god his opponent into making a mistake. Okay, അടുത്തത് the company offered a small gift dash to all attendees. അപ്പൊ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും കമ്പനി ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് എങ്ങനെ കൊടുത്തു എന്നായിരിക്കും? യെസ്, ഓഫ് കോഴ്സ്, ഫ്രീ ആയിട്ട് കൊടുത്തു എന്നായിരിക്കും. ഫ്രീ എന്ന് പറയുന്ന മീനിങ് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? യെസ്, ഗ്രാറ്റിസ് അല്ലേ. ഗ്രാറ്റിസ്. അപ്പൊ അടുത്ത വേർഡ് എന്ന് പറയുന്നത് her dash nature made her an easy target for tricksters. അപ്പൊ അവളുടെ എന്ത് ക്യാരക്ടർ ആയിരിക്കും ട്രിക്സ്റ്റേഴ്സിന് ഈസി ആയിട്ട് തോന്നിയത്? glib, gainsay, god, gratis, grouse, grudge, guileless, gesto. അപ്പം അവള് ഭയങ്കര ഇന്നസെന്റ് ആണെങ്കിലല്ലേ അവളെ പറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നസെന്റ് എന്ന് പറയുന്ന മീനിങ് നമ്മൾ എവിടെയാ പഠിച്ചേ? guileless. ഓക്കെ, her guileless nature made her an easy target for tricksters. അടുത്തത് despite the old argument he held no dash against his former friend. നേരത്തെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടും അയാളുടെ മുൻ ഫ്രണ്ടുമായിട്ട് ഒരു എന്ത് വെച്ചില്ല? ഒരു ഹേട്രഡ് വെച്ചില്ല. അപ്പൊ ആ മീനിങ് വരുന്ന വേർഡ് ഏതാ? grudge. Despite the old argument he held no grudge against his former friend. Okay, അപ്പൊ ഇതൊക്കെയാണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും വേർഡ്സ് ഒന്ന് പഠിച്ചു, വർക്ക്ഔട്ടും ചെയ്തു. അപ്പൊ ബാക്കിയുള്ള വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യും. അപ്പം ജി എന്ന് പറയുന്ന ലെറ്ററിലുള്ള വേർഡ് മൊത്തം നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി അടുത്ത സെഷനിൽ അടുത്ത ലെറ്ററുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.